ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 8. 7ാമത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. സാത്വികാഹങ്കാരത്തിൽ നിന്നും മാനസബുദ്ധി അഹങ്കൃതി ചിത്തം അതൊക്കെ ഉണ്ടായി. രാജസഹങ്കാരത്തിൽ നിന്നും ദശ ഇന്ദ്രിയ ഗണങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ താമസ അഹങ്കാരത്തിൽ നിന്നും ആകാശമുണ്ടായി. അതിൻ്റെ സൂക്ഷ്മാംശമായിട്ടുള്ള തന്മാത്രയായിട്ടുള്ള ശബ്ദവും ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ള പഞ്ചഭൂതങ്ങളിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവണ്ടേ, അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശബ്ദത്തിൽ നിന്നും ആകാശമുണ്ടായി എന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്നും സ്പർശ തന്മാത്ര ഉണ്ടായി. സ്പർശത്തിൽ നിന്നും വായു ഉണ്ടായി. വായുവിൽ നിന്നും രൂപത്തിൻ്റെ തന്മാത്ര ഉണ്ടായി. രൂപതന്മാത്രയിൽ നിന്നും അഗ്നി ഉണ്ടായി. അഗ്നിയിൽ നിന്നും രസതന്മാത്ര ഉണ്ടായി. അതിൽ നിന്നും ജലമുണ്ടായി. ജലത്തിൽ നിന്നും ഗന്ധമുണ്ടായി. ഗന്ധത്തിൽ നിന്നും ഭൂമി ഉണ്ടായി. ഇങ്ങനെയാണ് അതിൻ്റെ ആ ക്രമം, പഞ്ചഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശബ്ദാദ്വ്യോമ തദ സസർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ് രൂപം അദോ മഹോ അധ ചരസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. അപ്പം ബ്രഹ്മാണ്ടം ഉണ്ടാകുന്നതിന് മുൻപേ അടിസ്ഥാനമായിട്ടുണ്ടായ വസ്തുക്കളാണ്. ഈ ശ്ലോകത്തിലും കൂടിയാണ് അത് പറയുന്നത്. നോക്കാർത്ഥം. ശബ്ദാദ് വ്യോമ, ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞു. ആ ശബ്ദ തന്മാത്രയിൽ നിന്നും ആകാശം ഉണ്ടായി. തഥ സസർജിത വിഭോ, ഭഗവാനെ സർവശക്ത, അങ്ങ് തന്നെയാണ് അതും സൃഷ്ടിച്ചിട്ടുള്ളത്, എല്ലാം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ശക്തി നൽകുന്നത്. ശബ്ദം എന്ന തന്മാത്രയിൽ നിന്നും ആകാശമുണ്ടായി. സ്പർശം തതോ, അതിൽ നിന്നും സ്പർശം എന്ന തന്മാത്രയുണ്ടായി. മാരുതം, അതിൽ നിന്നും രണ്ടാമത്തെ പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തേതായിട്ടുള്ള വായു ഉണ്ടായി. അപ്പോൾ ആകാശം, ശബ്ദം, സ്പർശം, വായു ഇത്രയുമുണ്ടായി. തസ്മാത് രൂപം, ആ വായുവിൽ നിന്നും രൂപത്തിൻ്റെ തന്മാത്ര, കണ്ണിന് കാണണമെങ്കിൽ രൂപം വേണമല്ലോ, ആ രൂപം എന്ന തന്മാത്ര ഉണ്ടായി. അതോ മഹത്ത് അല്ലെങ്കിൽ തേജസ് എന്നൊക്കെ പറയുന്നത് അഗ്നിയാണ്. അതിൽ നിന്നും അഗ്നി ഉണ്ടായി. രൂപതന്മാത്രയിൽ നിന്നും അഗ്നി ഉണ്ടായി. ആ അഗ്നിയിൽ നിന്നും അധച്ച രസം, രസതന്മാത്രയാണ് ഉണ്ടായത്. പിന്നെ അതിൽ നിന്നും രസത്തിൽ നിന്നും വെള്ളം എന്ന വസ്തു ഉണ്ടായി. വെള്ളത്തിൽ നിന്നും അധച്ച രസം തോയം ച, ആ അഗ്നിയുടെ തന്മാത്രയിൽ നിന്നും തോയമുണ്ടായി, ജലമുണ്ടായി. ജലത്തിൽ നിന്നും ഗന്ധം ഉണ്ടായി. ഗന്ധത്തിൽ നിന്നും മഹി, ഭൂമിയും ഉണ്ടായി. ഗന്ധതന്മാത്രയിൽ നിന്നും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടു. ഏവം മാധവ പൂർവകലനാത് വിഭോ, ഭഗവാനെ മാധവ, ഇപ്രകാരം മുൻപുണ്ടായ വസ്തുക്കളുടെ ബന്ധം കൊണ്ട് അവയുടെ ധർമ്മങ്ങളോടും കൂടി ഈ പഞ്ചഭൂത സമൂഹം അങ്ങനെ ഉണ്ടായി. അതെന്താണെന്ന് ഇപ്പോൾ പറയാം. ആദ്യ ധർമാന്വിതം, ആദ്യം ഉണ്ടായതിൻ്റെ ധർമ്മത്തോടുകൂടി പിന്നുള്ളതുണ്ടായി. അതിൻ്റെ ശക്തിയോടുകൂടി പിന്നത്തെ ജനിച്ചു. അങ്ങനെയാണ് ഭൂതഗ്രാമമിമം, ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെല്ലാം ഇപ്രകാരം ത്വമേവ ഭഗവൻ, അങ്ങയിൽ നിന്നു തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രകാശയസ്താമസാത്, ഇതെല്ലാം താമസാഹങ്കാരത്തിൽ നിന്നും അവിടത്തെ ശക്തിയോടുകൂടി ഉണ്ടായതാണ് എന്നാണ്. അപ്പം ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം ശബ്ദതന്മാത്ര ഉണ്ടായി, ആകാശമുണ്ടായി. അപ്പോൾ ആകാശത്തിന് ഗുണമായിട്ട് ശബ്ദം എന്ന ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. പിന്നെ അതിൽ നിന്നും
സ്പർശമുണ്ടായി, അതിൻ്റെ സ്ഥൂലരൂപമായിട്ട് വായു ഉണ്ടായി. അപ്പോൾ വായു എന്ന ആ ഭൂതത്തിന് 2 ഗുണങ്ങളുണ്ടാവും. ആകാശത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ആകാശത്തിൻ്റേതായ ശബ്ദം എന്ന ഗുണവും വായുവിൻ്റെ മാത്രമായിട്ടുള്ള സ്പർശം എന്ന ഗുണവും. അപ്പോൾ വായുവിന് ശബ്ദവും സ്പർശവുമുണ്ട്, ആകാശത്തിന് ശബ്ദം മാത്രം. പിന്നെ അതിൽ നിന്നും രൂപമുണ്ടായി, രൂപത്തിൽ നിന്നും അഗ്നി ഉണ്ടായി. അപ്പോൾ അഗ്നിക്ക് 3 ഗുണമുണ്ട്. അഗ്നിയുടേതായിട്ടുള്ള രൂപം എന്ന ഗുണവും അതിന് മുമ്പുണ്ടായിരുന്ന ശബ്ദവും സ്പർശവും. അപ്പോൾ ശബ്ദസ്പർശ രൂപങ്ങൾ അഗ്നിക്ക് ഉണ്ട്. പിന്നെ രസം, അതിൽ നിന്നും രസമുണ്ടായി. അപ്പോൾ രസത്തിൽ നിന്നും ജലവും ഉണ്ടായി. ആ ജലത്തിനപ്പോൾ 4 ഗുണങ്ങളുണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം എന്നീ 4 തന്മാത്രകളും രസം അല്ലെങ്കിൽ ജലത്തിൽ ചേർന്നിരിക്കുന്നു. പിന്നെ അതിൽ നിന്നും ഉണ്ടായതാണ് ഗന്ധം. ഗന്ധത്തിൻ്റെ അധിപനായിട്ടുള്ള ആളാണ് ഭൂമി. ഭൂമിക്കാവട്ടെ പറഞ്ഞത് പ്രകാരം 5 ഗുണങ്ങളും തന്മാത്രകളും ഉണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 രസങ്ങളും 5 കാര്യങ്ങളും ഉള്ളതാണ് പൃഥ്വി, മഹി, ഭൂമി. അതാണ് ഈ വാക്കിനർത്ഥം. ഏവം മാധവ പൂർവകലനാത് ആദ്യ ധർമാന്വിതം. ആദ്യം ഉണ്ടായ എൻ്റെ ധർമ്മം അടുത്തതിന് അതിൻ്റെ ധർമ്മം കൂടി പിന്നത്തേനെ, അതാണ് ഭൂതഗ്രാമം ഇമം. ഇങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങളുടെ സമൂഹം ഉണ്ടായത്. ഭഗവാന്റെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഭുവായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ അണുമാത്രമായിട്ടുള്ള ഒരു അംശത്തിൽ നിന്നാണ് ഈ പറഞ്ഞ സകലതും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ ആ ഭഗവാനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ആ ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മളിലും ഇരിക്കുന്നത് എന്നതും അറിയണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ആ ഭഗവാന്റെ അംശമാണ്, ഭഗവാനിൽ നിന്നും വിട്ടു പോന്നിട്ടുള്ളതാണ്, ഭഗവാനിലേക്ക് എത്തേണ്ടവരാണ്. അതനുസരിച്ച് നമ്മളുടെ പ്രവൃത്തികളും മനസ്സും ഒക്കെ ശുദ്ധമാകും. ഒന്നും കൂടിയും ചുരുക്കി പറയുകയാണെങ്കിൽ, മുമ്പേ ആദ്യം പരമാത്മ പ്രകാശം ആകുന്ന ചൈതന്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഭഗവാൻ തന്നിൽ ലയിച്ച് കിടക്കുന്ന മായയെ ഒന്ന് നോക്കി, അപ്പോൾ മായ ക്ഷോഭിക്കുകയും, ക്ഷോഭിക്കുക എന്ന് പറഞ്ഞാൽ സത്വരജസ് തമോ ഗുണങ്ങൾ ഒരുപോലെ ഉണ്ടായിരുന്നപ്പോൾ ക്ഷോഭിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഭഗവാന്റെ അനുമതിയോടുകൂടി, ആ ഈക്ഷണത്തോടുകൂടി സത്വരജസ് തമസ്സുകൾ ആകുന്ന ഗുണങ്ങൾ ഇളകി എന്നാണ് അർത്ഥം, ക്ഷോഭിച്ചു എന്ന് പറഞ്ഞാൽ. പിന്നെ മായയിൽ നിന്നും നേരിട്ട് മഹത്തത്വം ഉണ്ടായി, പ്രപഞ്ചശക്തി ഉണ്ടായി. അതിൽ നിന്നും അഹംബോധവും അഹങ്കാരവും ഉണ്ടായി. ഞാനെന്ന ബോധവും ഞാനെന്ന വ്യക്തിത്വവും, ഞാനെന്ന ബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധം ഉണ്ടായി. ഞാൻ ഒരു മനുഷ്യനാണ്, എന്ന ആളാണ് എന്നൊക്കെയുള്ള ആ അഹങ്കാരവും ഉണ്ടായി. അത് പിന്നെ 3ആയിട്ട് പിരിഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. സാത്വികം, രാജസം, താമസം എന്ന 3ആയിട്ട് മാറി അഹങ്കാരങ്ങൾ. അതിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്നും 10 ഇന്ദ്രിയങ്ങളുടെയും 4 അന്ധകരണത്തിൻ്റെയും വൃത്തികളുടെയും ഒക്കെ ദേവന്മാരുണ്ടായി, 14 ദേവതമാരുണ്ടായി. രാജസ അഹങ്കാരത്തിൽ നിന്നാവട്ടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. രാജസം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, എപ്പോഴും പ്രവൃത്തി നിരതം ആവണമെങ്കിൽ ഈ ജ്ഞാനം ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും അതനുസരിച്ച് പ്രവൃത്തികൾ ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെയൊക്കെ ആ സൂക്ഷ്മതത്വം ഉണ്ടായി. പിന്നെ താമസ അഹങ്കാരത്തിൽ നിന്നും ആദ്യം ശബ്ദം തന്മാത്ര ആയിട്ടുണ്ടായി. അതിൻ്റെ സ്ഥൂലവസ്തുവായിട്ടുള്ള ആകാശമുണ്ടായി. അപ്പോൾ ആകാശത്തിന് ശബ്ദം മാത്രമേ, മറ്റൊന്നും അപ്പം ഇല്ല, ശബ്ദം മാത്രം ആണ് ഗുണമായിട്ടുള്ളത്. പിന്നെ ആകാശത്തിൽ നിന്നും സ്പർശത്തിൻ്റെ തന്മാത്ര ഉണ്ടായി. അതിൻ്റെ സ്ഥൂലാംശമായിട്ട് വായു ജനിച്ചു. ആ വായുവിൽ നിന്നും രൂപം എന്ന തന്മാത്ര ഉണ്ടായി. രൂപത്തിൽ നിന്നും തേജസ് അല്ലെങ്കിൽ മഹാൻ അല്ലെങ്കിൽ അഗ്നി ഉണ്ടായി. അഗ്നിയിൽ നിന്നും രസതന്മാത്ര ഉണ്ടായി. ആ രസതന്മാത്രയുടെ സ്ഥൂലവസ്തുവാണ് ജലം. ജലത്തിൻ്റെ അപ്പോൾ ഗുണങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നിനും വ്യത്യാസം വരുന്നു പറഞ്ഞുവല്ലോ. ജലം, ശബ്ദസ്പർശ, രൂപരസങ്ങളൊക്കെ കൂടിയതാണ്. അതിൽ നിന്നും സൂക്ഷ്മതന്മാത്രയായിട്ടുള്ള ഗന്ധമുണ്ടായി. ഗന്ധത്തിൻ്റെ സ്ഥൂലരൂപമായിട്ട് ഭൂമി അല്ലെങ്കിൽ മഹി, പൃഥ്വി ഉണ്ടായി.
അപ്പം ആ ഭൂമിക്ക് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ ഗുണമായിട്ട് വന്നു. അപ്പോൾ മാധവ വിഭോ, അങ്ങാണ് സസർജിത, അങ്ങാണ് ഇതിനെയെല്ലാം സൃഷ്ടിച്ചത്. പഞ്ചഭൂതങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും സകല ജീവജാലങ്ങളെയും ഉണ്ടാക്കിയത് അവിടുത്തെ ആ ഒരു നോട്ടം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവിടുത്തെ ആ പ്രഭാവം എത്ര വലുതായിരിക്കും എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ ബ്രഹ്മാണ്ടം ഉണ്ടാകും.